ഹായ് ഗൈസ്. സോ ലാസ്റ്റ് സെഷനിൽ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഒബ്ജക്റ്റ് ലോഗ്സ് എൻട്രീസിനൊക്കെ വെച്ച് യൂസ് ചെയ്തിരുന്നു. എന്നിട്ട് ആഡ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റി. ഇനി നമ്മൾ ഈ ലോഗ് എഴുതിയ ക്വറീസ് ലൈക്ക് നമുക്ക് ലോഗ് എഴുതിയ ഡാറ്റ നമുക്ക് മൾട്ടിപ്പിൾ പ്ലേസസിൽ വേണം എന്ന് വെച്ചാൽ നമ്മൾ ആഡിൽ മാത്രമേ കൊടുത്തുള്ളൂ. ഇനി സബ്സ്ട്രാക്ട് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിലൊക്കെ വേണം. സോ ഞാൻ ഈ ലോഗ് എഴുതിയ നമ്മുടെ പരിപാടി അങ്ങനെ തന്നെ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഓപ്പറേഷൻ മാത്രം ചേഞ്ച് ചെയ്താൽ മതി നമുക്ക്. ഇപ്പോൾ സബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞിട്ട് പ്രീവിയസ് റിസൾട്ട് ഇവിടെ ഉണ്ട്, നമ്മുടെ യൂസർ എൻ്റർ ചെയ്ത വാല്യൂ നമ്മുടെ ഉണ്ട്, കറണ്ട് റിസൾട്ട് ഉണ്ട്. ഓക്കെ, സോ ഇത് കിടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓരോ ഫംഗ്ഷനിലും ഒരേപോലെയുള്ള കോഡാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഡിൽ ലോഗ് എൻട്രി ഉണ്ടാക്കുന്നുണ്ട്, സബ്സ്ട്രാക്റ്റിലും അതേപോലെ ഉണ്ടാക്കുന്നുണ്ട്, മൾട്ടിപ്ലൈയിൽ അതേപോലെ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. ആക്ച്വലി നമ്മൾ കൊടുത്തില്ല, ഉണ്ടാക്കേണ്ടി വരും അതേപോലെ. സോ ഇതുപോലുള്ള റിപ്പീറ്റേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയാണ് ഇന്നത്തെ കൺസെപ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത്, റിയൂസബിൾ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് ബേസിക്കലി എന്ന് വെച്ചാൽ കോഡ് ഡ്യൂപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യുന്നത് നല്ല പ്രോഗ്രാമിംഗ് ഹാബിറ്റാണ്. ഓരോ കോഡും പലവട്ടം വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഫംഗ്ഷനിലേക്ക് മാറ്റി വയ്ക്കാം, നമുക്ക് അത് റീയൂസ് ചെയ്യാം, സിമ്പിളായി വിളിച്ച് നമുക്ക് യൂസ് ചെയ്യാനും പറ്റുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. സോ ഞാനിവിടെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം ഫസ്റ്റ്. ഇതിൻ്റെ താഴെ ഫംഗ്ഷൻ ക്രിയേറ്റ് വന്നിട്ട് ലോഗ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഓക്കെ, ഫംഗ്ഷൻ ബോഡിയിൽ ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്കിവിടെ പാരാമീറ്റർ ഉണ്ട്, ഓപ്പറേഷൻ, പ്രീവിയസ് റിസൾട്ട്, നമ്പർ, റിസൾട്ട് എന്നുണ്ട്. അപ്പോൾ സോ ഞാൻ ഇതേപോലെ കൊടുക്കുകയാണ് ഇപ്പോൾ തൽക്കാലം. ഓപ്പറേഷൻ പ്രീവ് റിസൾട്ട്, നമ്പർ, ന്യൂ റിസൾട്ട്. ഓക്കെ, എന്നിട്ട് ഞാനത് ലോഗ് കോപ്പി ചെയ്യാണ്. ഇതിൽ ഓപ്പറേഷൻ ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഓപ്പറേഷനാണ് വരുന്ന ഓപ്പറേഷൻ. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഇവിടെ കീയും വാല്യൂയും സെയിം ആണ്, ഒരേ പേരാണ്, പക്ഷേ എന്നാലും കുഴപ്പമില്ല, അത് വർക്കാവും. കാരണം ഇത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടി നെയിമാണ്, ഇത് വരുന്ന വാല്യൂ ആണ്. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്ന് വെച്ചാൽ ഇവിടുന്ന് പാസ് ചെയ്യുന്ന വാല്യൂ ആണ്, സ്ട്രിങ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത്, ഇത് പ്രോപ്പർട്ടി ആയിട്ടാണ് എടുക്കുന്നത്. സോ രണ്ടും ഒരേ പേരാണെങ്കിലും അത് വർക്കാവും, അതിലും പ്രശ്നമില്ല. ഓക്കെ, പ്രീവിയസ് റിസൾട്ട്, പിന്നെ നമ്പർ, എൻ്റർ ചെയ്ത നമ്പർ, ലാസ്റ്റ് ന്യൂ റിസൾട്ട്. ഓക്കെ, ഇനി നമ്മളെന്താ വെച്ചാൽ ഇവിടെ ലോഗ് എൻട്രീസ് ഡോട്ട് പുഷ് കൺസോൾ ലോഗും അത് സെയിം തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഇവിടെ നമുക്ക് 4 പാരാമീറ്റർ ഉണ്ട്. സോ ഒന്ന് ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്ന ഓപ്പറേഷനാണ്. അതായത് ഇവിടെ നമ്മുടെ കേസിൽ ആഡ്, സബ്സ്ട്രാക്ട്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നൊക്കെ പറയും. പിന്നെ പ്രീവിയസ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ പഴയ റിസൾട്ട്. പിന്നെ ഇവിടെ നമ്പർ എന്ന് പറഞ്ഞാൽ യൂസർ എന്ത് വാല്യൂ ആണ് ഇൻപുട്ട് ചെയ്യുന്നത് ആ നമ്പറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ന്യൂ റിസൾട്ട് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ കഴിഞ്ഞിട്ടുള്ള വാല്യൂ എന്ന ആക്ച്വൽ റിസൾട്ടാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇതൊക്കെ ഫംഗ്ഷനിൽ നിന്ന് കിട്ടും നമുക്ക് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട്. പിന്നെ ഫംഗ്ഷൻ്റെ അകത്ത് അതുപോലെ ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് അറേയിലേക്ക് പുഷ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ് കൺസോൾ ലോഗിലേക്ക് നമ്മൾ ആക്കുന്നുണ്ട്. സോ അതാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഓപ്പറേഷൻ എന്നത് ഒബ്ജക്റ്റിൽ നിന്നുള്ള കീ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒബ്ജക്റ്റിലെ കീ ആണ്, അതിന് വാല്യൂ ആയിട്ട് നമ്മൾ പാസ് ചെയ്യുന്ന വേരിയബിളിൻ്റെ വാല്യൂ ആണ് അസൈൻ ചെയ്യുന്നത്. സോ ഒരേ പേരാണെങ്കിലും ഇവിടെ ക്ലാഷ് ആവില്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ സാർ, ജാവാസ്ക്രിപ്റ്റ് ബേസിക്കലി എന്താ കാരണം എന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് നോസ് ദാറ്റ് ലെഫ്റ്റ് സൈഡിൽ കീ നെയിം ആണ്, റൈറ്റ് സൈഡിൽ വേരിയബിൾ വാല്യൂ ആണെന്ന് ജാവാസ്ക്രിപ്റ്റിന് ബൈ ഡിഫോൾട്ട് അറിയാം. സോ അതുകൊണ്ട് ഇവിടെ ഒരേ പേര് കൊടുത്താലും അത് ക്ലാഷ് ആവില്ല എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യാം. ആഡ്, സബ്ട്രാക്ട്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനൊക്കെ നമ്മൾ കോൾ ചെയ്യുന്നുണ്ട്. സോ ഞാനെന്ന് വെച്ചാൽ ആഡ് ഫംഗ്ഷനിൽ നമ്മൾ എഴുതിയ പഴയ ലോഗ് ക്വറീസ് ഡിലീറ്റ് ചെയ്യാണ്. ഇവിടെ സോ ഇവിടെ ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. എന്നിട്ട് ഞാനിവിടെ എഴുതാണ്. സോ എനിക്ക് ഓട്ടോ സജഷൻ പറ്റുന്നുണ്ട് ഐ ഡിയിൽ. സോ റൈറ്റ് ലോഗ്, എന്നിട്ട് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്ന ഓപ്പറേഷൻ ആഡ് കോമ. സോ അത് കഴിഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്, എൻ്റെ ഐ ഡിയിൽ സജഷൻസ് കാണിക്കുന്നുണ്ട്. സോ പ്രീവിയസ് റിസൾട്ട്, അത് പ്രീവിയസ്. അത് കഴിഞ്ഞിട്ട് നമ്പർ ചോദിക്കുന്നുണ്ട്, യൂസർ എൻ്റർ ചെയ്ത നമ്പർ, എൻ്റർ ഇൻപുട്ട്. അത് കഴിഞ്ഞിട്ട് കറണ്ട് റിസൾട്ട് ബേസിക്കലി. ഓക്കെ, ഞാൻ കോപ്പി ചെയ്യാം.
അതുപോലെ സബ്സ്ട്രാക്ട് ഫംഗ്ഷൻ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. സോ ഞാൻ സബ്സ്ട്രാക്റ്റിലേക്ക് കൊടുത്തു, ആഡിൻ്റെ പകരം സബാക്കി. എന്നിട്ട് ഞാനിവിടെ അടുത്ത മൾട്ടിപ്ലിക്കേഷനും ഞാൻ അതുപോലെ ചെയ്യുന്നുണ്ട്. ആഡിന് പകരം ഓപ്പറേഷൻ നെയിം മാത്രം, മൾട്ടിപ്ലൈ ഓപ്പറേഷൻ നെയിം മാത്രം ഞാൻ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ബാക്കി ഇവിടെ വാല്യൂ ഉണ്ട്, പ്രീവിയസ് ഉണ്ട്, എൻ്റർ ഇൻപുട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്, കറണ്ട് റിസൾട്ട് ഇവിടെയും കിട്ടുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ സെയിം കൊടുക്കുന്നു, ഇവിടെ ഡിവൈഡ് സേവ് ചെയ്യുന്നു. സോ ഇങ്ങനെ ബേസിക്കലി നമ്മൾ ഒരേ ഫംഗ്ഷനിൽ റീയൂസ് ചെയ്യുന്നുണ്ട് എല്ലായിടത്തും. സോ ഇപ്പോൾ പ്രിറ്റി നീറ്റാണ് നമ്മുടെ കോഡ് അല്ലേ. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം, റീലോഡ് ചെയ്തിട്ട്, പേജ് റീലോഡ് ചെയ്തിട്ട്. ഞാൻ 5+ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് ഓപ്പറേഷൻ വന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നത് ലോഗ് എൻട്രിയാണ്. ലോഗ് എൻട്രീസ് നമുക്ക് അറേ പുഷ് ചെയ്ത് നോക്കാം, അപ്പോൾ കുറച്ചും കൂടി നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഒന്ന് റീലോഡ് ചെയ്യാം. 5+, 5 വന്നിട്ടുണ്ട് ആഡ്. ഇനി ഇൻറ്റു 5 ഇപ്പോൾ എത്രയായി, ഇവിടെ വന്നിട്ടുണ്ട് മൾട്ടിപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് ബേസിക്കലി. പിന്നെ നമുക്ക് ഡെസിമൽ പ്ലേസ് വരുന്നുണ്ട്, നമുക്ക് 7 ഡെസിമൽ പ്ലേസ് വരുന്നുണ്ട്. എന്നിട്ട് 3- എന്ന് പറഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടും. സോ നമ്മുടെ എല്ലാ ഓപ്പറേഷൻസും വർക്ക് ആവുന്നുണ്ട്. ഇവിടെ കറസ്പോണ്ടിങ് നമുക്ക് ലോഗ് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്, ആഡ് മൾട്ടിപ്ലൈ ഡിവിഷനൊക്കെ നമ്മൾ വർക്ക് ആവുന്നുണ്ട്. സോ നമ്മുടെ കോൺസെപ്റ്റ് ക്ലിയർ ആയി വരുന്നു. എല്ലാം അതേ ഫംഗ്ഷൻ തന്നെ കോൾ ചെയ്തിട്ടുണ്ട്. അതായത് റൈറ്റ് വൺസ്, യൂസ് എനിവെയർ ബേസിക്കലി അതാണ് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു സ്ഥലത്ത് നമ്മൾ കോഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഫംഗ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യണം മൾട്ടിപ്പിൾ സ്ഥലത്തേക്ക്. ആഡ് ഫംഗ്ഷൻ, സബ്സ്ട്രാക്ട് ഫംഗ്ഷനിലൊക്കെ നമ്മൾ റീയൂസ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഫംഗ്ഷനിലേക്ക് പാരാമീറ്റേഴ്സ് പാസ് ചെയ്ത് നമ്മൾ ഗോ ത്രൂ ചെയ്തു. അത് അകത്ത് ഉപയോഗിച്ചിട്ട് ഒബ്ജക്റ്റ് ബിൽഡ് ചെയ്തു. ഇവിടെ പാസ് ചെയ്തു നമ്മൾ പാരാമീറ്റേഴ്സ്. എന്നിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ആ വാല്യൂ കിട്ടുന്ന നമ്മൾ ഒബ്ജക്റ്റ് ബിൽഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ റീയൂസ് ചെയ്യുമ്പോൾ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് മാറ്റിയാൽ മതിയാകും. നമുക്ക് ഇത് ഫംഗ്ഷൻ കോൾ ചെയ്യാം എവിടെ ആണെങ്കിലും, ഇതിൽ ആർഗ്യുമെൻറ്റ്സ് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, ഇത് തന്നെയാണ് ഫംഗ്ഷൻ റീയൂസബിലിറ്റി എന്ന് പറയുന്നത്. ജാവാസ്ക്രിപ്റ്റിൽ ക്ലീൻ കോഡിങ്ങിനുള്ള അടിസ്ഥാന ഒരു ഘടകങ്ങളിലൊന്നാണെന്ന് പറയാം നമുക്കിത്. ഇങ്ങനെ ഫംഗ്ഷൻ റീയൂസ് ചെയ്താൽ കോഡ് നീറ്റാവും, മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്, എറർ ചാൻസസും വളരെ കുറയും ആക്ച്വലി. സോ അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക, കൺസോൾ ഔട്ട്പുട്ടൊക്കെ ചെക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ റാപ്പ് അപ്പ് ചെയ്യാണ്. താങ്ക്സ് അലോട്ട്, ഹാപ്പി കോഡിങ്, ബൈ.